ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വിൽഷെയർ അതുപോലെ തന്നെ കാസിൽ കോംബ് എന്ന 2 സ്ഥലങ്ങളിലേക്കാണ്. ലണ്ടനിൽ നിന്നും ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന 2-2.25 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് വിൽഷെയർ. കാസിൽ കോംബ് ലണ്ടനിൽ നിന്നും പ്രത്യേകിച്ച് നോർത്ത് ലണ്ടനിൽ നിന്നും 3 മണിക്കൂർ കാർ ഡ്രൈവ് നടത്തിയാൽ എത്തുന്ന സ്ഥലമാണ് കാസിൽ കോംബ്. വിൽഷെയർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സ്റ്റോൺഹെഞ്ച് എന്ന ചരിത്ര പ്രസിദ്ധമായ സ്മാരകമുള്ള ഒരു സ്ഥലമാണ് വിൽഷെയർ. സ്റ്റോൺഹെഞ്ച് അതിൻ്റെ പ്രാധാന്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, എന്താണ് സ്റ്റോൺഹെഞ്ചിൻ്റെ പ്രാധാന്യം എന്നുള്ളത്. അതുപോലെ തന്നെ കാസിൽ കോംബ് സന്ദർശിക്കാൻ പോകുന്ന 2ാമത്തെ സ്ഥലമായ കാസിൽ കോംബ് ബ്രിട്ടനിൻ്റെ ഗ്രാമീണ തനിമ വിളിച്ചോതുന്ന വളരെ കാലം പഴക്കം ചെന്ന ഒരു ഗ്രാമമാണ് കാസിൽ കോംബ്. ഞങ്ങളിവിടെ വിൽഷെയറിലെത്തി കാർ ഇവിടെ ഹോൾട്ട് ചെയ്ത് സ്റ്റോൺഹെഞ്ചിലേക്ക് നടക്കുകയാണ്. ഏകദേശം 1/2 കിലോമീറ്റർ വേണം കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് സ്റ്റോൺഹെഞ്ചിലേക്ക് നടക്കാൻ വേണ്ടി. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ പുരാതന സ്മാരകങ്ങളിലൊന്നാണ് സ്റ്റോൺഹെഞ്ച്. ഏകദേശം 4000 മുതൽ 5000 വർഷങ്ങൾ വരെ പഴക്കമുണ്ട്. ഈ സ്റ്റോൺഹെഞ്ച് നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലുകൾ, ഇത്രയും ഭാരമേറിയ കല്ലുകൾ വിൽഷെയറിൽ എത്തിച്ചിരിക്കുന്നത് വെയിൽസിൽ നിന്നുമാണ്. എങ്ങനെയാണ് ഈ ഭാരമേറിയ കല്ലുകൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു അറിവും ആധുനിക മനുഷ്യരുടെ പക്കലില്ല. സ്റ്റോൺഹെഞ്ചിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളുണ്ട്. ഇതൊരു ജ്യോതിശാസ്ത്ര കലണ്ടറായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നും മതചടങ്ങുകളുടെ കേന്ദ്രമായിട്ടോ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സ്മാരക സ്ഥലം എന്ന നിലയിലോ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ ചിലർ സ്റ്റോൺഹെഞ്ചിനെ ആത്മീയ ഊർജത്തിൻ്റെയും ചികിത്സാവിധിയുടെയും കേന്ദ്രമായും കരുതിയിട്ടുണ്ട്. നീണ്ട നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിവിധ കാലഘട്ടങ്ങളിലെ സാമൂഹിക സംസ്കാരങ്ങൾ സ്റ്റോൺഹെഞ്ചുമായി ബന്ധപ്പെട്ട് വളർന്നു എന്ന് വിദഗ്ധർ പറയുന്നു. എന്നിരുന്നാലും ഇന്ന് സ്റ്റോൺഹെഞ്ചും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ചരിത്ര സന്ദർശനങ്ങൾക്ക് ഒരു പ്രധാന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. വർഷം തോറും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ വിസ്മയകരമായ സ്മാരകത്തെ കാണാൻ എത്തുന്നത്. സ്റ്റോൺഹെഞ്ചിൻ്റെ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കാസിൽ കോംബ് എന്ന സ്ഥലത്തേക്കാണ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും മനോഹരമായ ഗ്രാമം എന്ന് പലപ്പോഴും വിശേഷണം ലഭിച്ചിട്ടുള്ള സൗത്ത് ഇംഗ്ലണ്ടിലെ കോട്സ്വോൾഡിലാണ് കാസിൽ കോംബ് സ്ഥിതി ചെയ്യുന്നത്. കാസിൽ കോംബിൽ കൊട്ടാരമുണ്ടോ, എവിടെയാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്, അത്തരത്തിലുള്ള ആകാംക്ഷകളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ നിരന്തരമായിട്ട് കടന്നു വരാറുള്ള ഒരു പേരാണ് കാസിൽ കോംബ്. അതുകൊണ്ട് തന്നെയാണ് കാസിൽ കോംബ് ഗ്രാമം ഇന്ന് തന്നെ സന്ദർശിക്കണമെന്ന് തീരുമാനിച്ചത്. കാസിൽ കോംബിലേക്കുള്ള വഴികൾ തന്നെ അതിമനോഹരമാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് അതിപുരാതനമായ വളരെ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 500 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ആധുനിക ലോകത്തിൻ്റെ ഒരടയാളം പോലും കാണാനാകാത്ത ഒരു സ്ഥലമാണ് കാസിൽ കോംബ് ഗ്രാമം. ലണ്ടൻ നഗരത്തിൽ നിന്നും ഏകദേശം 3 മണിക്കൂർ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാസിൽ കോംബ് വില്ലേജിൽ പ്രവേശിക്കാം. നഗരത്തിൻ്റെ തിരക്ക് ഒട്ടുമില്ലാത്ത പ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങിങ്ങായി ഒറ്റപ്പെട്ട് കിടക്കുന്ന കുറച്ച് വീടുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. കാസിൽ കോംബ് വില്ലേജിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടങ്ങി അല്പനേരം കഴിഞ്ഞാണ് ഞങ്ങൾ ഈ വഴിയരികിലെത്തിയത്.
ഈ വഴി വളരെ ഇടുങ്ങിയതാണെങ്കിലും നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇരുവശത്തും വീടുകളും മറ്റ് കെട്ടിടങ്ങളും സ്ഥാപനങ്ങളുമുണ്ട്. ആ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ചില ദിവസങ്ങളിൽ അടഞ്ഞുകിടക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ അവരത് തുറക്കാറുള്ളൂ. എന്നുവെച്ചാൽ വിനോദസഞ്ചാരികൾ കൂടുതലായി വരുന്ന മാസങ്ങളിൽ മാത്രമേ ചിലപ്പോൾ അവരത് തുറന്നു പ്രവർത്തിക്കാറുണ്ടാകൂ. യാത്രയിലുടനീളം മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ബ്രിട്ടനിലെ ഓരോ നഗരപ്രദേശങ്ങളും ഓരോ ഗ്രാമപ്രദേശങ്ങളും അങ്ങേയറ്റം വൃത്തിയോടുകൂടെ തന്നെയാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ പരിപാലിച്ചു പോരുന്നത്. പലപ്പോഴും വിജനമായ പ്രദേശത്തു കൂടെ തന്നെയാണ് യാത്ര ചെയ്യേണ്ടി വന്നത്. ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ വിജനമായ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 1-2 വീടുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. കുറേ കാലപ്പഴക്കം ചെന്ന എന്നാൽ ഒട്ടും തന്നെ കേടുപാടുകൾ സംഭവിക്കാതെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ പരിപാലിക്കുന്ന വീടുകളും കെട്ടിടങ്ങളും കാണാൻ സാധിക്കുന്നു. യാത്ര മുന്നോട്ട് പോകുമ്പോൾ വിശാലമായ പച്ച പുൽമേടുകളും അവയിൽ മേഞ്ഞു നടക്കുന്ന ആട്ടിൻ പറ്റങ്ങളെയുമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 2.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കാസിൽ കൊമ്പ് വില്ലേജിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ചെറിയ ഗ്രാമമാണ് കാസിൽ കൊമ്പ്. വെറും 200 മീറ്ററിൽ മാത്രം വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമമാണ്. എന്നാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഗ്രാമത്തെ ചുറ്റിക്കണ്ട് നടന്നു വരാവുന്നതാണ്. എന്നാൽ ഇത്രയും അപൂർവമായ ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യം നമ്മൾ കുറച്ച് സമയമെടുത്ത് തന്നെ ആസ്വദിക്കേണ്ടതാണ്. കാസിൽ കൊമ്പ് വില്ലേജ് സ്ഥാപിക്കപ്പെടുന്നതിനും ഈ ഗ്രാമം പുരോഗതി പ്രാപിക്കുന്നതിനും കാരണമായിരുന്നത് ബൈബ്രൂക്ക് നദിയാണ്. ബൈബ്രൂക്ക് നദിയിലെ ജലം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ മില്ലുകൾ പ്രവർത്തിച്ചിരുന്നത്, അഥവാ കോട്ടൺ മില്ലുകൾ. അതുവഴി പ്രദേശത്ത് ഉയർന്ന നിലവാരത്തിലുള്ള തുണിത്തരങ്ങൾ നിർമ്മിക്കുകയും ആ തുണിത്തരങ്ങൾ മറ്റു പ്രദേശങ്ങളിൽ വിറ്റഴിച്ചുകൊണ്ട് ഈ ഗ്രാമം പുരോഗതി പ്രാപിക്കുകയുണ്ടായി. ഈ ഗ്രാമത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണവും ഈ നദി തന്നെയാണ്. ഈ നദിയിൽ നിന്ന് ലഭിച്ചിരുന്ന ജലപ്രവാഹത്തിൻ്റെ ശക്തി കുറയുകയും അതുവഴി മില്ലുകൾക്ക് ലഭിക്കേണ്ട ജലം ലഭിക്കാതെ വരികയും ചെയ്തതോടുകൂടെയാണ് മില്ലുകളുടെ പ്രവർത്തനം നിലക്കുന്നത്. മില്ലുകളുടെ പ്രവർത്തനം നിലച്ചതോടെ ഈ ഗ്രാമത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും സാമ്പത്തിക ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഈ ഗ്രാമത്തിലെ കോട്ടൺ മില്ലുകളുടെ എല്ലാം പ്രവർത്തനം നിലക്കുന്നതും ഈ ഗ്രാമം പിന്നീട് ഒരു സന്ദർശക ഗ്രാമമായി മാറുകയും ചെയ്തത്. ആയിരത്തി 1600 ശേഷം ഈ പ്രദേശത്ത് പിന്നീട് പുതിയ വീടുകളോ കെട്ടിടങ്ങളോ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഗ്രാമത്തിലെ മുഴുവൻ വീടുകളും കോട്സ്വോൾഡ് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തേൻ നിറമുള്ള നല്ല ഉറപ്പുള്ള ദൃഢമായ പാറക്കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവയുടെ ചുവരുകളും മതിലുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഈ റോഡിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന സ്ട്രക്ചറാണ് മാർക്കറ്റ് ക്രോസ്.
ഈ മാർക്കറ്റ് ക്രോസിൻ്റെ അകത്തും പുറത്തുമായിട്ടാണ് കാസിൽ കോമ്പ് ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം വിൽക്കപ്പെടുന്നത്. സമയം ഏകദേശം 3 മണിയോട് അടുക്കാറായി. രാവിലെയാണ് ഭക്ഷണം കഴിച്ചത്. അതിനാൽ തന്നെ വിശപ്പ് ഞങ്ങളെ പിടിച്ചു കുലുക്കാൻ തുടങ്ങി. കാറിൽ കരുതിയിട്ടുള്ള പൊറോട്ടയും നല്ല ബീഫ് കറിയും തണുത്തുറഞ്ഞതാണെങ്കിലും ഞങ്ങളത് ഒരു മടിയും കൂടാതെ ആസ്വദിച്ച് തന്നെ കഴിക്കാൻ തുടങ്ങി. ഈ പ്രദേശം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ഈ ഗ്രാമം ഒരു ഔട്ട്ഡോർ മ്യൂസിയമായി തോന്നും. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ സജീവമായ ഒരു ഗ്രാമം തന്നെയാണ്. ഏകദേശം 400 പേർ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് കാസിൽ കോമ്പ് വില്ലേജ്. ഗ്രാമത്തിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കർശനമായ രീതിയിൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. ബ്രിട്ടനിലെ എല്ലാ പ്രദേശങ്ങളും സോണിംഗ് കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമം വളരെ ശക്തമായ രീതിയിൽ തന്നെ കർശനമായ നിബന്ധനകളോട് തന്നെയാണ് പരിപാലിക്കപ്പെടുന്നത്. തണുപ്പ് കാലമായതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇരുട്ട് പരക്കും. അതിനാൽ എത്ര തന്നെ ആസ്വദിച്ചാലും മതി വരാത്ത ഈ ഒരു പുരാതന ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗിയിൽ നിന്നും ഞങ്ങൾക്ക് തെല്ല് നീരസത്തോടു കൂടെ ആണെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്.